സുഹൃത്തുക്കളെ, ഡ്രഗ്സ് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം വിനാശകരമായ രീതിയിൽ ആഴത്തിൽ വേരൂന്നിയെന്ന് സമീപകാലങ്ങളിൽ വന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത്തരത്തിൽ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോയ ഒരു യുവാവ് തൻ്റെ അനുഭവം വിളിച്ചു പറയുകയാണ്. ഇത് നമ്മുടെ സുഹൃത്തുക്കൾ, മക്കൾ, നമ്മൾ സ്നേഹിക്കുന്നവർ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അവരതിൻ്റെ ദൂഷ്യഫലത്തെക്കുറിച്ച് മനസ്സിലാക്കട്ടെ. ഞാനൊരു സിഗരറ്റ് പോലും വലിക്കാതെ നടന്നൊരു വ്യക്തിയായിരുന്നു. ഞാൻ ഈ കോഴിക്കോട് ബീച്ചിൽ വരേണ്ടി വന്ന് എനിക്ക് ആദ്യമായിട്ട് MDMA ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഒരു ലഹരി പറഞ്ഞ സാധനം, സിഗരറ്റ് വലിക്കാൻ കൂടി എന്റെ കൂടെ ഉള്ളവര് വലിക്കുമ്പോഴൊക്കെ ഞാൻ പോലെ ചീത്ത പറഞ്ഞ് അത്രയും എതിരുണ്ടായിരുന്ന ഒരു ആളായിരുന്നു ഞാൻ. എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എന്റെ ഫ്രണ്ട്സ് എന്റെ കൂടെ കോഴിക്കോട് ബീച്ചിൽ നിന്ന് കറങ്ങാൻ വന്നതാണ്. അന്നാണ് ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അവരെന്നോട് പറയാറ്, ഇതൊന്ന് ഉപയോഗിച്ചു നോക്ക്, ഇത് MDMA എന്നോട് പറഞ്ഞിട്ടില്ല. MDMA സാധനം കണ്ടിട്ടില്ല അതുവരെ. എന്നോട് പറയാണ്, ഇതൊന്ന് ഉപയോഗിച്ചു നോക്ക്, ഭയങ്കര ധൈര്യക്കാരൻ, എനിക്ക് ഭയങ്കര സംഭവമാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് ക്ലാസ് എടുത്തു, ഒരു മോട്ടിവേഷൻ തന്നെ എനിക്ക്. ഇത് ഉപയോഗിച്ച് നോക്കിയാറ്. ഞാൻ വേണ്ട 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 എന്ന് തന്നെ പറഞ്ഞു. പക്ഷെ ലാസ്റ്റ് ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് അവരെന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇത് അഡിക്ഷൻ ആവുമൊന്നുമില്ല, നമ്മളെ ഒന്ന് ജസ്റ്റ് ഉപയോഗിച്ചത് ഇവിടെ തീർന്നു തരണം. പക്ഷെ ആ പറച്ചില് വെറുതെ ആയിരുന്നു. പിന്നെ ഞാൻ ഇതിലേക്ക് പിന്നെയും വേണമെന്നുള്ളതിലേക്ക് അഡിക്ഷൻ ആയിക്കൊണ്ടിരുന്നു. അഡിക്ഷനായി അത് ഉപയോഗിച്ച് ചെറിയ അളവ് കൂടി ഞാൻ വലിയ അളവിൽ ഉപയോഗിക്കൽ തുടങ്ങി. പിന്നെ ഞാൻ ദിവസം ഉപയോഗിക്കലായി. എനിക്കിതില്ലാതെ പറ്റാതായി. ഒരു രാവിലെ നമ്മളൊരു ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ ഉച്ചക്ക് ഫുഡ് കഴിച്ച് നമ്മളതിന് ശേഷം മരുന്ന് കഴിക്കുന്ന പോലെ ഞാൻ ഭക്ഷണത്തിന് ശേഷം MDMA എന്ന് പറഞ്ഞ പോലെ ഞാനായി. ഇതില്ലാതെ പറ്റാതായി. എനിക്ക് എണീച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് വേണം. കാരണം ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടത് ഒന്ന് ഭക്ഷണമാണ്, ഒന്ന് ഉറക്കാണ്. ഇത് രണ്ടും വേണം ഒരു മനുഷ്യന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ. അത് രണ്ടും കിട്ടൂല. ഈ സംഭവം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും ഉണ്ടാവില്ല. MDMA സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാല് ഒരു മനുഷ്യനായ ആൾക്ക് ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങൂല, പിന്നെ ഭക്ഷണം കഴിക്കില്ല, ഇത് രണ്ടും ഉണ്ടാവില്ല. അതിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഉറങ്ങാതെ പല എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊണ്ട് അങ്ങനെ ലാവിഷായിട്ട് ജീവിക്കുന്നത്. അപ്പൊ ഇതില് 4 ഘട്ടങ്ങളായിട്ടാണ് ഈ MDMA ഉപയോഗിക്കുന്നവർക്കുള്ളത്. ഫസ്റ്റ് ഘട്ടമാണ് എന്റർടൈൻമെന്റും എൻജോയ്മെന്റും, ഭയങ്കര ധൈര്യം, ഭയങ്കര സംഭവമാണ്. അത് കഴിഞ്ഞിട്ടൊരു ഘട്ടമുണ്ട്. അതിങ്ങനെ നമ്മള് കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് എല്ലാവരും പെട്ടെന്ന് മരണം ഉറപ്പാണ് ഇതിനൊരു പറച്ചിലുണ്ട്. കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ്, ഒരു 4-5 വർഷം കഴിഞ്ഞ ആയുസുള്ളൂ പറഞ്ഞു. പക്ഷെ എനിക്ക് 2 വർഷം ആയുസ് ഉണ്ടായിട്ടുള്ളൂ. കാരണം ഞാൻ അത്രയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇത് ഫസ്റ്റ് ഘട്ടം ഭയങ്കര ധൈര്യം കാര്യങ്ങളാണ്. സെക്കൻഡ് ഘട്ടം നമ്മൾ സംശയത്തിലേക്ക് മാറും. നമ്മളിപ്പോ ഒരാളെ ഇരിക്കുന്ന ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പുറം ഇരിക്കണം, നമുക്ക് സംശയം തോന്നും. ഓരോ വ്യക്തികളും സംശയം. നമ്മളെ ഉമ്മാനെ പെങ്ങളെ എല്ലാരും നമുക്ക് സംശയമാണ്. അവര് നമ്മളെ ഒറ്റി കൊടുക്കണ്ടോ, അവര് നമ്മളെ പിടിപ്പിക്കുവോ, അല്ലെങ്കിൽ അവരെ നമ്മളെ അങ്ങനെ പല സംശയം. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഘട്ടമാണ് വയലന്റ് ആവും. നമ്മളെല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമുക്ക് ആര് പറഞ്ഞത് നമുക്ക് പറ്റൂല, നമുക്ക് എല്ലാവരോടും ദേഷ്യവും പെട്ടെന്ന് പ്രശ്നങ്ങൾ മാത്രം. അത് കഴിഞ്ഞ് ലാസ്റ്റ് 4ാമത്തെ ഒരു ഘട്ടമാണ് നമുക്ക് മനം മടുപ്പ്, നമുക്ക് ഇനി ജീവിക്കണ്ടെന്ന് തോന്നും, നമുക്ക് ആരുമില്ല. ഈ 3ാമത്തെ ഘട്ടത്തിൽ നമ്മൾ വയലന്റ് ആയിട്ട് എല്ലാവരും നമ്മൾ വെറുപ്പിക്കും, നമുക്ക് ആരും ഉണ്ടാവില്ല. എല്ലാവരും നമ്മൾ ദേഷ്യപ്പെടുന്നു, പ്രശ്നം ഉണ്ടാക്കുന്ന തെരുകൾ പറയുന്നു, എല്ലാവരും നമ്മൾ വെറുപ്പിച്ച് നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ നമ്മളെ അടുത്ത് പോയിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് ആരും ഇല്ല എന്നുള്ള തോന്നലായി വരും. നമുക്ക് ആരുമില്ല, നമുക്ക് ഫ്രണ്ട്സ് ഇല്ല, നമുക്ക് ആരുമില്ല, നമ്മൾ എന്തിനു ജീവിക്കണം എന്നുള്ള തോന്നല് നമ്മൾ മരിക്കണം, ആത്മഹത്യ ചെയ്യും. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ കയറെടുത്ത് ഞാൻ ഫാനിൽ തൂങ്ങിയാളാണ്. എനിക്ക് തോന്നിയതാണ്, എനിക്ക് ആരുമില്ല, ഞാൻ എല്ലാവരുടെ ഇടയിലും കോമാളിയാണ്, ഞാൻ എന്തിനു ജീവിക്കുന്നു വിചാരിച്ച് ഞാനിത് ചെയ്യാൻ നിന്ന ആളാണ്. എനിക്കിത് ചെയ്യാനുള്ള 3ാമത്തെ ഘട്ടത്തിൽ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ വയലന്റ് ആയിട്ട് നാട്ടിലും വീട്ടിലും ഫുൾ പ്രശ്നങ്ങളായി. പക്ഷെ ഈ വീട്ടില് പ്രശ്നം ഉണ്ടാകാൻ എനിക്ക് അവസരം കിട്ടിയില്ല. കാരണം ഞാൻ ഈ ബാംഗ്ലൂരും എറണാകുളം ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ എപ്പോഴേലും വരലുണ്ടായതുള്ളൂ. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ അവസരങ്ങൾ കിട്ടിയിരുന്നില്ല. പക്ഷെ വരുമ്പോ പ്രശ്നം ഉണ്ടാകും. എന്റെ ഉമ്മാക്ക് ഞാൻ വീട്ടിൽ വരുമ്പോ പേടിയായിരുന്നു. കാരണം ഞാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് പറ്റൂല. അപ്പൊ ഞാൻ ഉമ്മാനോട് തർക്കിക്കും, ദേഷ്യപ്പെടും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്നെ അപേക്ഷിച്ച് ബാക്കിയുള്ള എന്റെ ഫ്രണ്ട്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നുമല്ല. ഞാനിത് ഒരുപാട് എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോകുമ്പോ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ ജനലില്ല, ബാത്റൂമിന് ഡോറില്ല. ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ബാത്റൂമിന് ഡോറില്ല, പിന്നെ അലമാരക്ക് ഗ്ലാസ് ഇല്ല. അതൊക്കെ അവൻ അടിച്ചു പൊളിച്ചു. അത് ചോദിച്ചപ്പോ പറഞ്ഞതൊക്കെ ഞാൻ അടിച്ചു പൊളിച്ചു. കാരണം ഈ പ്രഷറാണ്, ഈ ലഹരി എന്ന് പറഞ്ഞ MDMA സാധനം ഉപയോഗിക്കുന്ന ആൾക്ക് അവൻ പറഞ്ഞവൻ നടക്കണം. വാശി, ആ വാശി നമ്മൾ വിട്ടുകൊടുക്കൂല.